കേരളത്തെ ഇളക്കിമറിച്ച പ്രചാരണ കോലാഹലങ്ങൾക്കും ആളിക്കത്തിയ വിവാദ പരമ്പരകൾക്കും ശേഷം 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിഭിന്നമായി പൊതുരാഷ്ട്രീയ വിഷയങ്ങളും ഇത്തവണ വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയും ജമാഅത്തെ ഇസ്ലാമി വിവാദവും തെക്കൻ കേരളത്തിൽ ചലനമുണ്ടാക്കിയേക്കും. മാങ്കൂട്ടത്തിൽ വിവാദം ഇരുതല മൂർച്ചയുള്ള വാളായി മാറി. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും BJPയുടെ പ്രകടനം എത്രത്തോളം എന്നതും ഉദ്വേഗജനകമായ ചോദ്യമാണ്. ഈ വിഷയങ്ങൾ പരിശോധിക്കാൻ LDFിൽ നിന്ന് ജെയ്ക് സി തോമസും UDFിൽ നിന്ന് അബിൻ വർക്കിയും NDAയിൽ നിന്ന് ശങ്കുട്ടി ദാസുമാണ് ഈ വൈകുന്നേരം നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ നമ്മുടെ വേദിയിലേക്ക് വരികയാണ് 3 പ്രധാനപ്പെട്ട നേതാക്കളും, അല്ലേ? റൈറ്റ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. അതെ, ചർച്ചയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മോടൊപ്പം ജെയ്ക് സി തോമസ് ഉണ്ട്. ജെയ്ക്കിലേക്ക് ആദ്യം. ജെയ്ക്ക്, സ്വാഭാവികമായും ധാരാളം വിഷയങ്ങൾ ചർച്ചയായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ പൊതുവിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ എന്ന് ചോദിച്ചാൽ എത്രത്തോളം അതാകും എന്ന കാര്യത്തിലൊക്കെ എല്ലാവരും സംശയം പറയുക. പ്രാദേശികമായ വിഷയങ്ങൾ, സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, ഇങ്ങനെ പല കാര്യങ്ങളാണ് സ്വാഭാവികമായും വരിക എന്ന് എല്ലാവരും പറയുമെങ്കിലും ഇപ്പോൾ ഇത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്കാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പൊതുവിഷയങ്ങളൊക്കെ ചർച്ചയാകുമെന്ന് പറയുന്നു. ഇവിടെ ഈ സൂചിപ്പിച്ച പൊതുവിഷയങ്ങൾക്കപ്പുറം എന്തെല്ലാമാണ് ചർച്ചയാവുക? ഇതൊക്കെ ചർച്ചയാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങ് ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ ഏതാണ്ട് 972 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 86 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ. ഇതാണ് പ്രാദേശിക ഗവൺമെന്റുകളുടെ കേരളത്തിന്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ 10,000 കണക്കിന് വരുന്ന വാർഡുകൾ, ലക്ഷക്കണക്കിന് വരുന്ന സ്ഥാനാർത്ഥികൾ. ഏത് വാർഡിൽ പോയിട്ടുള്ളൊരു കുടുംബയോഗത്തിലും ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ 18-19 വാർഡുകളിലുള്ള ദീർഘമായ വീടുകയറ്റം കഴിഞ്ഞിട്ടാണ്. ഏത് വീടുകളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴും സാധാരണഗതിയിൽ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാർഡിലും പഞ്ചായത്തിലുമൊക്കെ ആവുമ്പോൾ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സവിശേഷതകൾ, കുടുംബ പശ്ചാത്തലം, സാമൂഹ്യ ഘടകങ്ങൾ, ഇതൊക്കെയാണ് പരിഗണിക്കപ്പെടാറുള്ളത് എന്ന് പറയാറുണ്ട്. അതിനെയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ഇടതുപക്ഷം നേരിടുന്നത് എങ്ങനെയാണ്? സ്വാഭിമാനം, സവിനയം, രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടാണ്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഞാനിപ്പോൾ സൂചിപ്പിച്ചു 3560 കുടുംബങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്നുണ്ട്. നവംബർ 20 മുതൽ ഡിസംബർ 15 വരെയുള്ള 25 ദിവസങ്ങൾക്കിടയിൽ ഈ 3560 കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് 5600 രൂപയാണ്. ഞാൻ 62 ലക്ഷം കുടുംബങ്ങളുടെയും കേരളത്തിന്റെ ആകെ വിശാലമായ കണക്കിലേക്ക് പോകാത്തത്. ഇത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ, വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് കേന്ദ്രീകരിക്കാം. പക്ഷെ കേരളത്തിൽ ആകെ നടന്ന മാറ്റത്തിന്റെ എൻ്റെ ഗ്രാമത്തിൽ എൻ്റെയും അങ്ങയുടെയും വീടിരിക്കുന്ന ബൂത്ത് പ്രദേശങ്ങളിലെ അനുഭവം എന്താണ്? ചെറുകാടിന്റെ പ്രസിദ്ധി ആർജിച്ച ഒരു പ്രയോഗമുണ്ട്. എൻ്റെ മുരിങ്ങാമര ചൂട്ടിൽ നിന്നിട്ടാണ് ഞാൻ നക്ഷത്രങ്ങളെ കാണാറുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷം ഓരോ വീട്ടിലെ ഗൃഹനാഥരോടും ഗൃഹനാഥയോടും മറ്റു വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഇറകത്തിരുത് കൊണ്ട് ലോകത്തെ കണ്ടാൽ മതി, ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി, പക്ഷെ കാണാനുള്ള കാഴ്ചകളുടെ വലിപ്പമുണ്ടാകണം. 25 ദിവസങ്ങൾക്കിടയിൽ ഞങ്ങളുടെ നാട്ടിൽ മാത്രം 3560 കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് 5600 രൂപ എത്തിച്ചു നൽകിയ ഒരു മാറ്റം, ആ മാറ്റം തുടരേണ്ടതുണ്ടോ? ഇതാണ് സ്വാഭിമാനം. പക്ഷേ നല്ല വിനയത്തോടുകൂടെ കേരളത്തിൽ ഇടതുപക്ഷം ഓരോ വീടിനോടും ചോദിക്കുന്നത്. ഞാൻ കൗതുകത്തിനൊരു കണക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മാത്രം 3560 കുടുംബങ്ങൾക്ക് 5600 രൂപ ലഭിക്കുമ്പോൾ 25 ദിവസങ്ങൾക്കിടയിൽ ഒരൊറ്റ പഞ്ചായത്തിൽ 19 വാർഡ് മാത്രമുള്ള ഒരൊറ്റ പഞ്ചായത്തിൽ കേരളത്തിലെ സർക്കാർ നൽകിയ തുക എന്ന് പറയുന്നത് 2,04,40,000 രൂപയാണ്. ഒരൊറ്റ പഞ്ചായത്തിലെ മാത്രം കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു പഞ്ചായത്തിൽ മാത്രം 25 ക്ഷമിക്കണം. അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ നിശ്ചയമായിട്ട് നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു ചെയ്ത നല്ല കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ യാതൊരു സംശയമില്ല. സ്വാഭാവികമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷേ അത് മാത്രമല്ലല്ലോ ജയിക്ക് നമ്മുടെ നാട്ടുകാർ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുക, മറ്റ് നിരവധിയായുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്ന് മാത്രമല്ല, ഈ തെക്കൻ ജില്ലകളിൽ നടക്കുന്ന നാളത്തെ വോട്ടെടുപ്പിൽ ഏറ്റവും നിർണായകമാവുക സ്വർണ്ണ കൊള്ള ശബരിമലയിൽ ആ ഒരു രാഷ്ട്രീയ വിഷയം വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടും എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും BJPയും കോൺഗ്രസും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് ശബരിമല പോലെ ഒരു പ്രധാനപ്പെട്ട ദേവസ്ഥാനത്ത് നിന്ന് ഇങ്ങനെയൊരു സ്വർണ്ണക്കൊള്ള നടക്കുകയും അതിനകത്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ കുറ്റാരോപിതരായിട്ട് കസ്റ്റഡിയിലാവുകയും ചെയ്യുന്ന സാഹചര്യം നാട്ടുകാർ പരിഗണിക്കുകയില്ലേ? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തു തന്നു എന്നത് മാത്രം പരിഗണിച്ച് അതിനുള്ള നന്ദി സൂചകമായിട്ട് മാത്രമാണോ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിൽ വോട്ട് വീഴുക?
അവരവരുടെ വീടിന്റെ അകത്തളങ്ങളിലെ അനുഭവം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ? അവരവരുടെ വീടുകളിലെ അടുക്കളകളിൽ ഈ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ അനുഭവങ്ങൾ നേരിട്ട് ജീവിതത്തെ തൊട്ട കാര്യങ്ങളില്ലേ? അങ്ങ് സൂചിപ്പിച്ചു ഈ കാര്യം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരില്ലേ? ഇത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വന്നുകൊള്ളട്ടെ, അതിനെ കേരളത്തിലെ ഇടതുപക്ഷം തെല്ലും ഭയക്കുന്നില്ല. ആ ചോദ്യത്തിനോടുള്ള ഞങ്ങളുടെ മറുപടി എന്താണ്? കേരളത്തിലെ ദേവസ്വം വകുപ്പിന്റെ ചുമതല കൂടെയുള്ള വകുപ്പ് മന്ത്രി സഖാവ് വി എൻ വാസവൻ ഉൾപ്പെടെ ഇതിനെ സംബന്ധിച്ച് നിലപാട് അറിയിച്ചിട്ടുള്ള കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇവരാകെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്? ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒരു തരി പൊന്നാണോ? ആ പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വെപ്പിക്കുകയും അതിന് കാരണക്കാരായവർ ഏത് വലിയ പൊന്നുതമ്പുരാനാണെങ്കിലും അയാളെ കേരളത്തിന്റെ കാരാഗ്രഹത്തിനുള്ളിൽ അടയ്ക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ കാര്യത്തിൽ സർക്കാരിന്റെ സമീപനം. ആ കാര്യത്തിൽ ശബരിമലയിൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരെയും പിടികൂടാൻ ആ സമയത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ശബരിമലയിൽ തന്നെ കോടാനുകോടി രൂപയുടെ അഴിമതിയും മുതൽ കട്ടുകൊണ്ടുപോവുകയും ചെയ്ത കുമാര സഹോദരന്മാർ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായി തിരുവനന്തപുരത്ത് മുൻ ദേവസ്വം മന്ത്രി തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ശബരിമലയിലെ മുതൽ കട്ടുകൊണ്ടുപോയ കോൺഗ്രസ് കുമാര സഹോദരന്മാർ, കുമാർ ബ്രദേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അവരെ സംരക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സമീപനം അതല്ല. മുരാരി ബാബു മുതൽ അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് പദവി, എക്സിക്യൂട്ടീവ് പദവി കൈകാര്യം ചെയ്തിട്ടുള്ള ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആരൊക്കെ ഇക്കാര്യത്തിൽ ഉപ്പ് തിന്നിട്ടുണ്ടോ അവരൊക്കെ വെള്ളം കുടിക്കും, വെള്ളം കുടിപ്പിക്കും. അതുകൂടി ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമാകും എന്നാണ്. ജയിക്ക് ഞാൻ തിരിച്ചു വരാം. അബിൻ വർക്കി കൂടി ചെയ്യുന്നുണ്ടല്ലോ. അബിൻ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെല്ലാം നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചർച്ചകളിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ടായതുകൊണ്ട് കുറെ കൂടി അഗ്രസീവായി സ്വർണ്ണക്കൊള്ള എന്ന വിഷയത്തിലേക്കാണ് പ്രതിപക്ഷം ഊന്നിയത്. പ്രാദേശികമായി അതെത്രത്തോളം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? ഇപ്പോൾ ജയിക്ക് പറഞ്ഞല്ലോ, ഓരോ ഗ്രാമങ്ങളിലും ഇത്രയധികം ആളുകളുടെ കയ്യിലേക്ക് ക്ഷേമ പെൻഷനൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള ചർച്ചയാവുക എന്ന്? അങ്ങനെ അതിനെ ഒഴിവാക്കാൻ കഴിയുമോ? അബിനെ എനിക്ക് തോന്നുന്നു ശബ്ദത്തിൽ പ്രശ്നമുണ്ട്. എനിക്ക് ഒന്ന് ശങ്കുട്ടി ദാസിലേക്ക് പോയിട്ട് വരാം. അബിനിലേക്ക് വരുന്നതിന് മുമ്പ് ഹർഷ അതെ ഇത് അബിനിലേക്ക് തിരിച്ചു വരാം. ഓഡിയോയിൽ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ശങ്കുട്ടി ദാസിലേക്ക്. ശങ്കു, ഈ ചോദ്യം തന്നെ ശങ്കുട്ടി ദാസിനോടും ചോദിക്കാം. കാരണം വളരെ പ്രധാനമായും ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് പ്രധാന പ്രചാരണ വിഷയമായി തന്നെ പ്രാദേശികമായി BJP ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെയാണ് BJP ഇറങ്ങുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സാഹചര്യമെല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രാദേശികമായി പുതിയ വോട്ടർമാർ കടന്നു എന്നുള്ള പ്രതീക്ഷയിൽ, പ്രാദേശികമായി കൂടുതൽ നേതാക്കന്മാരുണ്ടായി എന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ ക്ഷേമ പെൻഷനുകൾ അടക്കം ആ പ്രതീക്ഷകൾക്ക് ഒരു വിലങ്ങുതടിയാകുമോ? ഒരിക്കലുമില്ല. നോക്കൂ, ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ ഒരു താരതമ്യം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ഊന്നുന്ന ഒരു സമീപനം BJP സ്വീകരിക്കുന്നില്ല. ദേവന്റെ പൊന്നാണോ അതോ പെണ്ണിന്റെ മാനമാണോ വലുത് എന്നൊരു ചോദ്യം ഞങ്ങൾക്കില്ല. രണ്ടും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് രണ്ട് കൂട്ടരെയും തുറന്നു കാട്ടിക്കൊണ്ട് ഉള്ളൊരു പ്രചരണമാണ് BJP ഇവിടെ നയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാവട്ടെ, ജയിക്ക് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനും CPM-നും ഒരുപോലെ എതിരായിട്ടുള്ള വിഷയമാണ്. ഇവിടെ BJP-ക്ക് എതിരായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിനുള്ള ഒരു വിഷയം പോലും ഈ തെരഞ്ഞെടുപ്പിലില്ല. എല്ലാ വിഷയങ്ങളും BJP-ക്ക് അനുകൂലം മാത്രമാണ്. അതായത് ഈ രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് BJP-ക്ക് എന്തുകൊണ്ട് അനുകൂലമാണ്? CPM-നെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണമുണ്ട്. മലയാളിയുടെ ഹൃദയമൂർത്തിയായിട്ടുള്ള വൈകാരികതയായിട്ടുള്ള ശബരിമലയിലെ ദേവന്റെ സ്വർണം കട്ടെടുത്തുവെന്ന്. ആ വിഷയത്തെ അവർ അഡ്രസ് ചെയ്യുന്നത് ഞങ്ങൾ മാത്രമല്ല കട്ടിട്ടുള്ളത്, കോൺഗ്രസിന്റെ കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കട്ടിട്ടുണ്ട് എന്നുള്ള ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ടാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കുടുംബങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും ഹീനമായ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ MLA ആക്കാനും അധികാര സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അത് ഇരകളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് വരെ അതിനെ മൂടി വെച്ചു എന്ന കുറ്റത്തിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും ഓടി ഒളിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വലിയ സാധ്യതയാണ് മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മൾ സെഫോളജിയിൽ സാധാരണ പറയാറുണ്ട് 20% ബാരിയർ, 20% കടമ്പ. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ 20% മാർക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അൺപ്രസിഡന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത, പ്രവചിക്കാൻ കഴിയാത്ത വലിയൊരു കുതിപ്പ് ഉണ്ടാവും എന്ന് പറയും. അതേപോലെ തന്നെ 5% ബംപ് എന്ന് പറയുന്നൊരു ഫെനോമിനൻ ഉണ്ട്. ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 5% വോട്ട് വർധനവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബംപ് ഉണ്ട്. പിന്നെ ആ പാർട്ടിക്ക് വലിയൊരു മുന്നേറ്റം സാധിക്കുന്ന. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഇവിടെ ഉണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 എത്തുമ്പോഴേക്കും 15% നിന്ന് 20% BJP എത്തി.
19.72% എത്തി. 20% എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനപ്പുറം ഒരു സോഷ്യൽ ഫോഴ്സായി സമൂഹത്തിന്റെ എല്ലാ തുറകളിലും സ്വാധീനമുള്ള ഒരു സംവിധാനമായിട്ട് BJP തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. ഇത്തവണ 25% എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP മത്സരിക്കുന്നത്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലെ ഒരു കോർപ്പറേഷൻ ജയിക്കുക, 971 പഞ്ചായത്തുകളിൽ 200ഓളം പഞ്ചായത്തുകൾ ജയിക്കുക, 87 മുനിസിപ്പാലിറ്റികളിൽ 20ഓളം മുനിസിപ്പാലിറ്റികൾ ജയിക്കുക, 20,000 വാർഡുകളിൽ ഏതാണ്ട് 6,000ഓളം വാർഡുകൾ ടാർഗറ്റഡ് വാർഡുകളാക്കി വെച്ചുകൊണ്ട് അവിടെ ജയം ഉറപ്പിച്ചുകൊണ്ടുള്ള മത്സരമാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളിക്ക് BJP ജയിക്കുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങൾ വോട്ട് ചെയ്താൽ ഇവിടെ മാറ്റം സംഭവിക്കുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്. പക്ഷേ ശങ്കു, അതിനകത്തുള്ള ഒരു പ്രശ്നം, ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന പാർട്ടി തന്നെ BJP ആണ്. പക്ഷേ ഏറ്റവും അധികം ഈ വാർഡുകളിൽ ഇതുപോലെ, അതായത് മത്സരിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വാർഡുകളും ധാരാളമാണ്. NDAക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത വാർഡുകൾ ധാരാളമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതീക്ഷയിലേക്ക് എത്താനാവുക? നോക്കൂ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ അമിത്ഷയാണ്. വാർഡ് തല നേതൃയോഗം എന്നുള്ള പേരിൽ 6000 വാർഡ് പ്രതിനിധികൾ പങ്കെടുത്ത യോഗമായിരുന്നു. അവിടെ അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ കേരളത്തിൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫൈനലും നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലുമാണ്. എന്നാൽ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഫൈനൽ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഫലം എന്താണ്? ഇതാണ് കേരളത്തിന്റെ ഭാവിയിലുള്ള BJPയുടെ വളർച്ചയെ നിർണ്ണയിക്കുന്ന ഘടകം. അതായത് 2026 ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്ന, ആത്മവിശ്വാസം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധ്യമായിട്ടുള്ള എല്ലാ വാർഡുകളും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. നാമനിർദ്ദേശം ചെയ്യാൻ ഒരാളെങ്കിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അത് സാധിക്കില്ല. അപ്പൊ ഞാൻ നമ്മുടെ കോൺഗ്രസ് നേതാവ് കൂടെ അവിടെ തുടരുകയാണ്. അദ്ദേഹത്തിലേക്ക് നേരത്തെ ചോദിച്ചപ്പോൾ എത്തിയില്ല. തിരിച്ചു വരാം. മറ്റു വിഷയങ്ങൾ കൂടെ നമ്മൾ വരേണ്ടതുണ്ട്. ഞാൻ തിരിച്ചു വരാം. അബിൻ, ഇതിനകത്ത് നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? അതായത് ഈ LDFന്റെ ഒരു മുൻതൂക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്തെമ്പാടും തന്നെ വിസിബിളാണ്. കഴിഞ്ഞ തവണ ഈ നാളെ നടക്കാൻ പോകുന്ന ഇടങ്ങളിലാണെങ്കിലും അവർക്ക് മുൻതൂക്കമുണ്ട്. ഈ പറയുന്ന വിഷയങ്ങൾ, ഇപ്പോൾ 2 പാർട്ടികളുടെ നേതാക്കളായിട്ട് സംസാരിച്ച പറയുന്ന വിഷയങ്ങൾ അവിടെയുണ്ട്. എന്നിട്ടും തങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാനാകും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിന് എന്തുകൊണ്ടാണ്, UDFന് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓഡിയോ ഓക്കെ. അതായത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായ പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ വിജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുമുണ്ട്. അതിൻ്റെ കാരണം, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി തന്നെ ഇവിടെ പറഞ്ഞു, ഓരോ ആളുകളും അനുഭവിച്ച കാര്യങ്ങൾ നേരിട്ടറിഞ്ഞാൽ ഞങ്ങൾക്കൊരു സംശയവും വേണ്ട, അവരൊക്കെ ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പോൾ അവർ പറഞ്ഞു അടുക്കളയിലെത്തിയ കാര്യങ്ങൾ. ഇപ്പോൾ അടുക്കളയിലെത്തിയ കാര്യങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യത്തിൻ്റെ വിലവർദ്ധനവെടുത്താൽ ഉറപ്പായും ഈ ജനങ്ങൾ മുഴുവൻ ഈ ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യുമെന്നും ഞങ്ങൾക്ക് ആ വോട്ട് കിട്ടുമെന്നും ഉറപ്പാണ്. 2 മിൽമ പാല് വാങ്ങിച്ച, കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് മിൽമ പാല് വാങ്ങിച്ച ആളുകൾക്കൊക്കെ അറിയാം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ ആ അടുക്കള ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ നികുതി കൂട്ടിയത് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന്. പിന്നെ ആ അടുക്കളയും വീടും ഇരിക്കുന്ന സ്ഥലക്കരം ഉയർത്തിയതിൻ്റെ വർധനവ് നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, അടുക്കളയിൽ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് എത്ര തവണ കൂട്ടിയെന്നത് ജനങ്ങൾക്ക് വളരെ കൃത്യമായി ഓർമ്മയുണ്ട്. അടുക്കളയിൽ വെള്ളം പാകം ചെയ്യുമ്പോൾ ടാപ്പ് ഓണാക്കുമ്പോൾ ആളുകൾക്കറിയാം വെള്ളക്കരം എത്രമാത്രം ഉയർത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ പുറത്തേട്ടൊരു ബൈക്കിൽ ഇറങ്ങിയാൽ നികുതി എത്രമാത്രം വർദ്ധിപ്പിച്ചു എന്നുള്ളത് അറിയാം. ഇങ്ങനെ കുക്കിംഗ് ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ രാജ്യത്ത് ഇവർ നടത്തിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വോട്ട് അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. 2, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ പറയുന്ന ശബരിമല വിഷയം ഉൾപ്പെടെ, ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഇവിടെ എന്തെല്ലാമൊക്കെ ന്യായീകരണങ്ങളാണ് പറയുന്നത്. സർ, ഇപ്പോഴും പത്മകുമാർ, ഇപ്പോഴും വാസു CPMകാരല്ലേ? ഒന്ന് പുറത്താക്കി കാണിച്ചിട്ട് വേണ്ട ഈ വലിയ കവലപ്രസംഗമൊക്കെ നടത്താൻ. പത്മകുമാർ ഇപ്പോഴും പാർട്ടി അംഗമാണ്, CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. വാസു ഇപ്പോഴും പാർട്ടി അംഗമാണ്. 2 പേരും ജയിലിലാണ്. എന്തിനാ? അയ്യൻ്റെ സ്വർണം കട്ടക്കേസിൽ ജയിലിലാണ്. അപ്പോൾ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ CPMന് അതിൻ്റെ പാപക്കര ഉണ്ട് എന്നുള്ളതല്ലേ ജനം തിരിച്ചറിയുന്നത്? ഈ സർക്കാരിന് അതിൻ്റെ പാപക്കര ഉണ്ട് എന്നുള്ളതല്ലേ ജനം തിരിച്ചറിയുന്നത്? അപ്പോൾ ജനം, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ, അയ്യനെ ആരാധിക്കുന്ന ജനങ്ങൾ അയ്യൻ്റെ സ്വർണം കട്ടുന്നതിനെ പ്രതിഷേധിച്ച് നിങ്ങൾക്കിനി വോട്ട് ചെയ്യുമെന്ന അർത്ഥമാണോ നിങ്ങളിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ സ്വർണം കട്ട അമ്പലക്കള്ളന്മാർക്കെതിരെ കൃത്യമായ ജനവിധി ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 3, നിങ്ങൾ ഏതു മേഖല, ഇപ്പം ക്രമസമാധാന രംഗം, മാല മുതൽ മാങ്ങ വരെ മോഷ്ടിച്ച പോലീസ് കേരളത്തിലെ പോലീസാണ്. ഈ നാട്ടിലുണ്ടായ മയക്കുമരുന്നിൻ്റെ വർധനവ്, അത് നമ്പറിൻ്റെ കേസെടുത്താൽ തന്നെ എത്രമാത്രം വർധനവ് ഉണ്ടായി എന്നുള്ളത് അറിയാം.
മയക്കുമരുന്ന് കഴിച്ചിട്ട് ഇവിടെ നാട്ടുകാർ പാവങ്ങളെ മുഴുവൻ ആളുകൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ എത്രമാത്രം ഉണ്ടായി എന്നുള്ളതാണ് അറിയാം. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും തൊഴിലിടങ്ങളും അടക്കമാണ്, ഇവിടുത്തെ അഴിമതി കേസുകളടക്കം എത്രയോ കാര്യങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടുകളാണ്. ഞാൻ പിന്നെ ഇതിനകത്ത് BJP കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, ഇതിൽ BJPയും CPM ഒക്കെ ചങ്ങാതിമാരാണ് എന്നുള്ളത് അറിയാം. ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. BJPയും CPM ഒക്കെ ചങ്ങാതിമാരാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ അഴിമതി കേസുകൾ, ഇപ്പൊ SNC ലാവ്ലിൻ കേസ് അടുത്ത ആഴ്ച വരുന്നത് 47ാമത്തെ തവണയാണ്. 46 തവണയും CBI വക്കീലിന് പനിയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കൃത്യം പിണറായി വിജയന്റെ കേസ് വരുന്ന ദിവസം പനി പിടിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് അറിയാം. SFIO കേസ് അന്വേഷിച്ച് ഡൽഹിയിലെ കോടതിയിൽ ചെന്നപ്പോൾ മാസപ്പടി കേസിൽ എന്തുകൊണ്ടാണ് ജഡ്ജിക്ക് പനി വന്നതെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. ED നോട്ടീസ് മകനെതിരെ അയച്ചിട്ട് എന്തുകൊണ്ടാണ് മകൻ ചോദ്യം ചെയ്യലിന് പോലും വിധേയമാക്കപ്പെടാത്ത ഇവിടെ വീണ്ടും സ്വൈരവിഹാരം നടത്തുന്നത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. എല്ലാ മാസവും പോയി അമിത്ഷായും ഈ വിഷയങ്ങളെല്ലാം തന്നെ മുന്നിലുണ്ട്. ഇങ്ങനെ കാലെ പിടിച്ചു വണങ്ങുന്നതെന്നുണ്ടാണെന്ന് അറിയാം. ശരി, നമുക്ക് പെട്ടെന്ന് ചെറിയൊരു BJPയും CPM തമ്മിലുള്ള അന്തർധാര അതുകൊണ്ടാണ്. ശരി, അവന് വ്യക്തമാണ്, ആ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയെങ്കിലും താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. ജെയ്ക് സി തോമസിലേക്ക് ഒരിക്കൽ കൂടി. ജെയ്ക്ക്, ഇവിടെ ഈ രണ്ട് മുന്നണികളുടെ പ്രതിനിധികളും പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ശബരിമല എന്നത്, സ്വർണ്ണക്കൊള്ള എന്നത് പ്രധാന വിഷയമായി മുന്നോട്ട് വച്ചെങ്കിലും ബാക്കി എല്ലാ വിഷയങ്ങളിലും, അതായത് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള വിഷയങ്ങളെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള വാദങ്ങൾ താഴെത്തട്ടിലും എത്തിച്ചിട്ടുണ്ട് ഇവർ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? കാരണം ഈ സ്വാഭാവികമായും ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലാണ് എന്ന് തന്നെ സർക്കാർ പറയുന്നു, സർക്കാരിനെ നയിക്കുന്ന പാർട്ടി പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ആൻറ്റി ഇൻകംബൻസീസ് ഫാക്ടർ കൂടി, ആ സാധ്യത കൂടി നിങ്ങൾ കണക്കാക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു പെർഫോമൻസ് സാധ്യമാവില്ല എന്ന് തോന്നുന്നില്ലേ? ഒരിക്കലുമില്ല. ഞാൻ അങ്ങയോട് ആമുഖമായി തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള ആയുധമെന്ത് എന്ന ചോദ്യത്തിന് ഞാൻ ഉപയോഗിച്ച പദപ്രയോഗം സ്വാഭിമാനം, സവിനയം. ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ്. അവിടെ ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾക്ക് മുമ്പിൽ ഇവർക്ക് തിരികെ പറയാനുള്ള ആകെ ഒരു കാര്യം എന്താണ്? രണ്ടു കൂട്ടരും ഒരേപോലെ പറയുന്നത് ഈ ശബരിമലയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണാജനകമായ പാതിബന്ധ നുണകളാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അക്കാര്യത്തിൽ കേരളത്തിന് പ്രീസിഡൻസ് ഉണ്ട്. ആ പ്രീസിഡൻസ് ഉള്ള കാര്യത്തിൽ BJP നേതാവിൻ്റെ ഒരു പ്രയോഗം അല്പം കടന്നുപോയി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കോൺഗ്രസും കട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തരല്ല എന്നുള്ള നിലയിൽ ഒരു ബാലൻസിങ് ഞാൻ നടത്തി എന്നുള്ളതാണ്. ബാലൻസിങ് നടത്തിയില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ അടൂർ തൃച്ചന്ത മഹാദേവ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവവികാസമുണ്ടായി. BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നയാൾ വിവിധ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹം പിന്നീട് BJPക്കകത്ത് പ്രമോഷനോടുകൂടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവായി മാറുകയും ചെയ്തിരുന്നു. നമ്മളുടെ മുമ്പിൽ കോൺഗ്രസിന്റെ കുമാര സഹോദരന്മാർ മുതൽ ഗുരുവായൂർ ക്ഷേത്രം വരെ നീണ്ടു നിൽക്കുന്ന മറ്റനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ BJPയും കോൺഗ്രസും സ്വീകരിച്ച സമീപനം നിന്ന് വ്യത്യസ്തമാണ്. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ കുടിപ്പിക്കും. ഇതാണ് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ സമീപനം. ഞങ്ങൾ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയല്ല. തെറ്റിന്റെ ലാഞ്ചനയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരണക്കാരായവരെ കേരളത്തിന്റെ കൽത്തുറങ്കിലുള്ളിൽ അടച്ച് മാതൃകാപരമായ സമീപനം സ്വീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബാലൻസിങ് അല്ല അക്കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും ഗവൺമെന്റിന്റെയും സമീപനം. പിന്നെ ഈ കാര്യത്തിൽ ഇവരുടെ രാഷ്ട്രീയത്തിലുള്ള ഞങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഞങ്ങൾ ഉയർത്തിയ ഏതെങ്കിലും ഒരു കാര്യത്തിന് മുമ്പിൽ കോൺഗ്രസിന് മറുപടിയുണ്ടോ? അടുക്കളകളെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ വീടിന്റെ അകത്തളങ്ങളെയും അവരവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് തേടുമെന്ന് പറയുമ്പോൾ നിശ്ചയമായും കോൺഗ്രസിന്റെ പ്രതിനിധി നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മറ്റും പ്രചരിപ്പിക്കുന്ന ചില ഹാഫ് ബോൾഡ് ലൈ അല്ലെങ്കിൽ പാതിബന്ധ നുണകളാണ് അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വീടിന്റെ അകത്തളങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും തന്നെയാണ് കോൺഗ്രസ് നേതാവായി ഞങ്ങൾ സംസാരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ, ആരോഗ്യത്തിന്റെ, ആർദ്രം മിഷന്റെ, ഏതു മേഖലയും നിങ്ങളെടുത്ത് പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ, വ്യാവസായിക നിക്ഷേപ മേഖലയുടെ, തൊഴിൽ വളർച്ചയുടെ ഏതു മേഖലയും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ സംഭാവന എന്ത്, ഞങ്ങളുടെ സംഭാവന എന്ത്? 4,71,442 ഭവനരഹിതർ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറിയതിന്റെ അനുഭവം കേരളത്തിലെ 972 ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഭരിക്കുന്നത് LDF UDF ആകട്ടെ, പക്ഷേ ജയിക്ക് ഇതിനകത്തൊരു പ്രശ്നമുള്ളത്. ജയിക്ക്, താങ്കൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഇടയ്ക്ക് ഇടപെട്ട് ചോദിച്ചു,
ജയിക്ക് ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ആളുകൾ അവർക്ക് ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു സർക്കാർ കൊടുത്ത കാര്യങ്ങൾ വളരെ മതിപ്പോടെ കാണും, സംശയമൊന്നുമില്ല. പക്ഷേ ആ മതിപ്പിന് മേൽ മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രബുദ്ധമായ സ്ഥലത്ത് വോട്ട് രേഖപ്പെടുത്തപ്പെടുക എന്ന ചോദ്യം ഞാൻ താങ്കളോട് നേരത്തെയും ചോദിച്ചു. അവർ രണ്ടുപേരും പറയുന്ന കാര്യമുണ്ട്, ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ, ഇപ്പോൾ അബിൻ വർക്കി പറഞ്ഞല്ലോ, ലാവ്ലിൻ കേസ് വരെ നീളുന്നതാണത്. അദ്ദേഹം കുടുംബത്തോട് ചെയ്ത അല്ലെങ്കിൽ കുടുംബമായിട്ട് അവർ ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങൾ, അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ചെല്ലാം ചോദിക്കുന്നത്, അതൊന്നും ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയേ ഇല്ല. എല്ലാം ഞങ്ങൾ അങ്ങോട്ട് കൊടുത്ത അനുകൂല നിലപാടുകൾക്കും ക്ഷേമ പെൻഷനും മാത്രമായിരിക്കും വോട്ട് എന്ന് പറയുന്നതിൽ, പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിൽ പറയുന്നൊരു അഭംഗിയില്ലേ ജയിക്ക്? അങ്ങെന്തായാലും കോൺഗ്രസ് പ്രതിനിധിയുടെ ചർച്ചയിൽ അങ്ങനെ ഇടപെട്ട് കണ്ടില്ല. ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ഇടപെടുകയും ചെയ്യുന്നു. ഇരിക്കട്ടെ, കോൺഗ്രസ് പ്രതിനിധിയോട് മറുപടി പറയാൻ അങ്ങ് എനിക്ക് സമയം നൽകും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങ് ചോദിക്കുന്നു, ഇവർ ഉയർത്തിയിട്ടുള്ള ലാവലിൻ മുതൽ സംഘപരിവാർ ഇടതുപക്ഷ ബാന്ധവം എന്ന നട്ടാൽ കുരുക്കാത്ത ശുദ്ധ തുണ വരെയുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വിലപേശില്ലേ, അതിലവർക്ക് സ്വാധീനം ചെലുത്തില്ലേ എന്നുള്ളതാണ് അങ്ങയുടെ ആവർത്തിച്ചുള്ള ഇടപെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ചോദ്യം. ഞാൻ പറയട്ടെ, ഈ കാര്യത്തിൽ ആദരണീയനായ മുസ്ലിം ലീഗിന്റെ സ്പോക്സ് പേഴ്സന്റെ വാക്ക് കടമെടുത്താൽ, സ്വന്തമായി വക്കീൽ ഓഫീസുള്ള ആളാണ്, ആളോട് കളിക്കാൻ നിൽക്കരുത്, നിങ്ങൾ കളി കാണേണ്ടി വരും എന്നൊക്കെ ഇവർ പറഞ്ഞ് കൊണ്ടു നടന്ന ആളായിരുന്നല്ലോ. അങ്ങ് സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കേസുമായി കേരളത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ചെറുതും വലുതുമായ കോടതികൾ കയറിയിറങ്ങിയത്. എന്തായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി? കോടതിയുടെ ഭാഗത്തു നിന്ന് മേലാൽ ഇമാതിരി ഏർപ്പാടുമായിട്ട് കോടതിയുടെ പടി ചവിട്ടിപ്പോകരുത്, അതല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേസുകളുടെ യാത്രയല്ല, ഘോഷയാത്രയായിട്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോടതിയിൽ കയറിയപ്പോഴോ എന്തായിരുന്നു ഹൈക്കോടതിയുടെ പ്രസക്തമായ ഒരു പ്രതികരണം? നിങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ നിങ്ങളുടെ ലക്ഷ്യം, അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? എന്താണ് നമ്മളുടെ നാട്ടുകാരുടെ മുമ്പിൽ മേനി നടിക്കാനുള്ള മൂന്നാംകട സ്ഥലമായി കോടതിയെ താൻ കാണുന്നുണ്ടോ എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോട് ചോദിച്ചത് CPIM സംസ്ഥാന കമ്മിറ്റി അല്ല, കേരളത്തിലെ പരമോന്നത കോടതികളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയാണ്. അവിടുത്തെ ബെഞ്ചാണ് ചോദിച്ചത്, ഇല്ലേ? ആ കോടതി വിധിയുടെ വാറോലയും എടുത്തുകൊണ്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലാ ഡിവിഷനിലും കോർപ്പറേഷനിലും ഒക്കെ വന്നാൽ ഇതൊന്നും അറിയാത്ത മാത്രം വിവരം കെട്ട മനുഷ്യന്മാരായിട്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങ് കാണുന്നുണ്ടോ? അങ്ങ് പറഞ്ഞ പ്രബുദ്ധതയുള്ളവരെങ്കിൽ അവർ പത്രം വായിക്കുന്നവരല്ലേ, അവർ വാർത്തകൾ അറിയുന്നവരല്ലേ, അവർ വിശകലന ശേഷിയും മനനം ചെയ്യാൻ കരുത്തും യോഗ്യതയും ഒക്കെയുള്ള മനുഷ്യന്മാരല്ലേ. കോടതിയുടെ 7 അയലത്ത് പോലും നിൽക്കാത്ത കേസുകളും ആരോപണങ്ങളുമായിട്ടല്ലേ? ശരി, ഈ പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അത് ആ നിലക്ക് കോൺഗ്രസിൻ്റെയും BJPയുടെയും ആരോപണങ്ങൾ ആ നിലക്ക് പോകും, വോട്ട് തങ്ങൾക്ക് തന്നെ വീഴുമെന്നാണ് ജയിക്ക് വിശദീകരിക്കുന്നത്. ശംഖു, ഞാൻ അബിൻ വർക്കിയിലേക്ക് വരുന്നതിന് മുമ്പ് ശംഖു ടി ദാസിലേക്ക് ഒരു ചോദ്യം. ശംഖു, ഇതിനകത്ത് ഈ നാളെ നടക്കാൻ പോകുന്ന വോട്ടെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ജില്ല ഈ തിരുവനന്തപുരമാണല്ലോ. തിരുവനന്തപുരത്താണ് നിങ്ങളുടെ ഒരു വലിയ ശക്തി കേന്ദ്രമുള്ളത്, നിങ്ങൾ ആ കോർപ്പറേഷൻ പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 36ഉം 15ഉം എന്ന നിലക്കും 15 വോട്ടിൻ്റെ വാർഡുകളുടെ വ്യത്യാസം അവിടെ ഉണ്ട് എന്നതാണല്ലോ നമ്മൾ BJPയും CPMും തമ്മിൽ LDFും തമ്മിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പിടിക്കാനാകും എന്ന ആത്മവിശ്വാസമൊക്കെ എങ്ങനെയാണ് ഈ ഘട്ടത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുക? പ്രത്യേകിച്ചും അവിടെ 2 ആത്മഹത്യ, BJP വോട്ടർമാരെ തന്നെയും ചിതറിച്ചിരിക്കുന്നു മാനസികമായിട്ട്, RSSന് തന്നെയും ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു മാനസികമായിട്ട് എന്ന സാഹചര്യം ഉണ്ടായിരിക്കെ താങ്കൾ നേരത്തെ പറഞ്ഞ നേട്ടമാണ് ഉണ്ടാവുക എന്ന അവകാശവാദത്തെ ചിതറിക്കുന്ന കാര്യമല്ലേ താഴെ കിടക്കുന്നത്? അവിടുത്തെ അനുചേട്ടന്റെ മരണം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനുള്ള ശ്രമം വളരെ ഹീനമാണ്. അതിനെ തന്നെ അത് വിലവില്ല എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്രതീക്ഷയുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് അവിടെ 36 കൗൺസിലർമാരാണുള്ളത്. 2020 2015 ഞങ്ങൾക്ക് 36 കൗൺസിലർമാരുണ്ടായിരുന്നു. പക്ഷെ അന്നുള്ള 11 സ്ഥലങ്ങളല്ല ഞങ്ങൾക്ക് 2020 കിട്ടിയത്. 11 സ്ഥലങ്ങളിൽ BJP കൗൺസിലർമാർ മാറിപ്പോയി. പക്ഷെ പുതിയ 11 സ്ഥലങ്ങളിൽ BJP ജയിച്ചത് കൊണ്ടാണ് 2020 36 ആവർത്തിച്ചത്. ഈ 11 സീറ്റുകളും ഞങ്ങൾക്ക് ജയസാധ്യതയുള്ള സീറ്റുകളാണ്. അങ്ങനെ 46 സീറ്റുകൾ ഞങ്ങൾ ജയിച്ച സീറ്റുകൾ തിരുവനന്തപുരത്ത് ഉണ്ട്. തന്നെയല്ല ഇത്തവണ ശ്രീലേഖ IPSനെ പോലെയുള്ള ആളുകളെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തുന്ന മത്സരം, ഇപ്പോ കവടിയാറിൽ ശ്രീ ശബരിനാഥിനെ കൊണ്ടുവന്ന് നടത്തിയിട്ടുള്ള മത്സരം, മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് നടത്തിയിട്ട് അവിടെ മധുസൂദനൻ നായർ എന്ന് പറയുന്ന ജയൻ കില്ലർ വന്ന സമയത്ത് ഈ ശബരിനാഥ് 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കവടിയാറിൽ കാണുന്നത്. CPMന്റെ കോട്ടയായിട്ടുള്ള സ്ഥലത്ത് സമ്പത്തിന്റെ സഹോദരനായിട്ടുള്ള കസ്തൂരി വിജയിക്കും എന്ന റിപ്പോർട്ടുകളാണ് അവസാനം പുറത്തു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയിൽ 55ഓളം സീറ്റുകൾ ഇത്തവണ ജയിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കും എന്ന ഉറപ്പാണ് ഞങ്ങൾക്ക്. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 2016 ഈ മട്ടിൽ, അതായത് 2016 BDJSന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്നു, വളരെ പെട്ടെന്നൊരു തരക്കേടില്ലാത്ത പ്രകടനമൊക്കെ കാഴ്ചവെക്കാനായിട്ട് BJPക്ക് കേരളത്തിൽ കഴിയുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വളർച്ചയുണ്ടാകുന്നു
കാണുന്നു എന്ന് പറയുമ്പോഴും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഒപ്പം പാലക്കാട്ടും ഒക്കെ കണ്ട ഒരു മുന്നേറ്റം എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ മട്ടിലല്ലല്ലോ നമ്മൾ കാണുന്നത്. മാത്രമല്ല ആദ്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പം നേരത്തെ സനീഷ് പറഞ്ഞ മട്ടിലുള്ള ആരോപണങ്ങൾ BJP നേരിടേണ്ടി വരുന്നു എന്നുള്ള പ്രശ്നം തൽക്കാലം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനെ അങ്ങനെ ഈസിയായി അതിജീവിക്കാൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BDJS-നെ ഒരു തന്ത്രപരമായ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി പ്രയോജനപ്പെടുത്തി എന്നതൊഴിച്ചാൽ ഒരു മുന്നണി എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരെ വഞ്ചിച്ചു എന്നുള്ള മനോഭാവമാണ് അവർക്ക് പലയിടത്തും ഉള്ളത്. അവരത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുന്നണിയായി കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണല്ലോ പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോയത്. നമുക്ക് അങ്ങനെ രണ്ട് ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. പക്ഷെ അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ശ്രീ ജെയ്സി തോമസ് പറഞ്ഞ കാര്യങ്ങൾക്കും അബിൻ വർക്കി പറഞ്ഞ കാര്യങ്ങൾക്കും വളരെ വേഗത്തിൽ മറുപടി പറയാനുള്ള അവസരം കൂടി എനിക്ക് തരണം. ശരി, അങ്ങ് പറഞ്ഞതുകൊണ്ട് ഈസി ആയിട്ടൊരു വാക്ക് ഓവർ ഉണ്ടാവുമെന്നോ ഈസി ആയിട്ടൊരു വിക്ടറി ഉണ്ടാവുമെന്നൊന്നുമല്ല ഞങ്ങൾ വിചാരിക്കുന്നത്. വളരെ കൃത്യമായി പണിയെടുത്ത് അധ്വാനിച്ച് നേടിയെടുക്കേണ്ട ഒരു ജയമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾ കാണുന്നത്. പക്ഷെ അതിനുവേണ്ട അധ്വാനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും അതിനുവേണ്ട തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ടുള്ള കാര്യക്ഷമമായ ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനവും ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, BDJS ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. സീറ്റ് വിഭജനത്തിന്റെ സമയത്ത് മുന്നണിയിലെ പല പാർട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് എല്ലാ പ്രബല മുന്നണികളിലും ഉണ്ട്. അതുപോലെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാന ഘട്ടത്തിൽ ആ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് BDJS-നെയും കൂടെ നിർത്തി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആനുകൂല്യം 2015 ഉണ്ടായിട്ടുള്ള ആനുകൂല്യം ഇത്തവണയും ആവർത്തിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇനി ജെയ്സി തോമസ് പറഞ്ഞ കാര്യത്തിൽ വളരെ വേഗത്തിൽ മറുപടി പറയാം. അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിണറായി വിജയൻ ഏതോ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കൊണ്ടുവന്നതാണ്, അവർക്ക് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് അവർക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങ് മറന്നുപോകുന്ന കാര്യം, 6 വർഷം മുൻപ് നടന്നിട്ടുള്ള കൊള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുറത്തു വന്നത്. അതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. യാദൃച്ഛികമായി അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഒരു ഫയൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ 2019 ഒരു സെർച്ച് മഹസർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നിട്ടാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് ഈ കള്ളന്മാരെയൊന്നും നിങ്ങൾ ശിക്ഷിച്ചിട്ടില്ല. അവർ നിങ്ങളുടെ സംരക്ഷണയിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കുമാർ ബ്രദേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്തിൽ വളരെ സുഖമായി ജീവിക്കുകയായിരുന്നു. അവരെയൊന്നും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ജനങ്ങൾക്ക് അവരുടെ വീട്ടിൽ അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വോട്ടാവുകയെങ്കിൽ ഞങ്ങളെക്കാൾ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് നേരിടാൻ ആർക്കാ സാധിക്കുക? ഓരോ വാർഡിലും BJP-യുടെ കേന്ദ്ര സർക്കാരിന്റെ ജനസേവന പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള 600-ലേറെ ആളുകളുണ്ട്. ഒറ്റ കാര്യം കൂടി, 600-ലേറെ ആളുകളുണ്ട്. ഈ അബിൻ വർക്കി പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷത്തിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷെ അതിന്റെ ഗുണഭോക്താവ് UDF ആവും എന്ന് എങ്ങനെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? ആന്റി ഇൻക്യുബൻസി എപ്പോഴും UDF-ന് അനുകൂലമാവുന്നു. പ്രത്യേകിച്ച് UDF-നെതിരെ ഇത്രയും വലിയ പ്രശ്നമുള്ളപ്പോൾ ക്ഷേത്രകൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഈ ക്ഷേത്രാരാധന തന്നെ ശിർക്കാണെന്നും ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നതിനേക്കാൾ നീചമാണെന്നും പറയുന്ന മൗദൂദികളെ കൂടെ കൂട്ടിക്കൊണ്ട് മതരാഷ്ട്ര സ്ഥാപനവാദം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിക്കൊണ്ട് മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ തള്ളിപ്പറയാൻ തയ്യാറാവുന്ന നിങ്ങൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമാണ്. നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഒന്ന് അവസാനം ചെന്ന് ജയിക്കിൽ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അബിൻ വർക്കി സമയം കൊടുക്കുന്നതാണ്. അബിൻ വർക്കി, ഇത് ശങ്കുട്ടി ദാസ് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞ ഈ കാര്യം ഈ തെരഞ്ഞെടുപ്പ് വേദിയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കാൻ മുഖ്യമന്ത്രി 2 വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം, അത് ആ വെൽഫെയർ പാർട്ടിയുമായി ബന്ധം ഉണ്ടാക്കിയിടത്തും നെഗറ്റീവായിരിക്കും. ഒരുപക്ഷെ അത്തരം ബന്ധങ്ങളില്ലാത്ത നാളെ നടക്കാനിരിക്കുന്ന തെക്കൻ ജില്ലകളിലും വലിയ വിഷയമാകും എന്ന് അവർ കണക്കുകൂടുന്ന 2 കക്ഷികളും. അപ്പോൾ എന്താ അതിനെപ്പറ്റി തോന്നുന്നത്? അതായത് മുഖ്യമന്ത്രി നടത്തിയ 2 പത്രസമ്മേളനങ്ങളും ഞങ്ങൾക്ക് ഗുണകരമായെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനങ്ങൾ 2ഉം സെൽഫ് ഗോളായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി താൻ ചർച്ച നടത്തിയെന്നും ആ ചർച്ച വോട്ട് മേടിക്കാൻ വേണ്ടിയാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ചർച്ച നടത്തിയതെന്നുള്ളത് ഈ ലോകം മുഴുവൻ വളരെ പരസ്യമായി പറഞ്ഞു. ഇത്രയും കാലം CPM-ന്റെ സൈബർ അണികളും ചാനൽ വക്താക്കന്മാരും മുഴുവൻ ഇതേവരെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന നുണ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി തന്നെ വന്ന് അതങ്ങ് സ്ഥിരീകരിച്ചതോടെ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പ്രത്യേക അഭിനന്ദനവും ഞങ്ങളുടെ നന്ദിയും അറിയിക്കാനാണ് ഈ അവസരം. നിങ്ങളാണ് സഖ്യത്തിലുള്ളത്, അതുകൊണ്ട് തന്നെ ഈ പരമ്പരാഗത സുന്നി മുജാഹിദ് വിഭാഗക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മടിക്കില്ലേ എന്നതാണ് സംശയം.
അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല ഹർഷൻ. ഇതിനകത്ത് സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, നായർ, നമ്പൂതിരി, മേനോൻ, ക്രിസ്ത്യാനി തന്നെ, ഓർത്തഡോക്സ്, ലാറ്റിൻ, യാക്കോബായ, കത്തോലിക്കൻ അല്ലെങ്കിൽ എസ് വിഭാഗത്തിൽ തന്നെ പലരെ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഇവിടുത്തെ വിഷയം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ തച്ച് തകർത്ത ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. ഇതിനകത്ത് മറ്റ് ഘടകങ്ങളൊക്കെ ഇതിൽ അപ്രസക്തമാണ്, അല്ലെങ്കിൽ സെക്കൻഡറിയാണ്. ഇതിലെ പ്രൈമറി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ സർക്കാർ വന്ന കാലം തൊട്ട് ഈ നാട്ടിൽ ജനങ്ങളെ അത്രയധികം ദ്രോഹിച്ചിരിക്കുന്നു. ആ ദ്രോഹിച്ചതിനെതിരെ ജനം കാത്തിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ. ആ വോട്ട് ചെയ്യുന്ന ശുഭദിനമാണ് വരാൻ പോകുന്നത്. പിന്നെ ആ വോട്ട് എന്തുകൊണ്ടാണ് BJPക്ക് കിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ എന്തുകൊണ്ടാണ് UDFന് കിട്ടും എന്ന് പറയുന്നതിൻ്റെ കാരണം, BJPയും CPMും തമ്മിലുള്ള അന്തർധാര കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞു ശ്രീ ശങ്കുട്ടി ദാസ്. അതിൻ്റെ ഉദാഹരണം എന്താണ്? ഇപ്പോൾ ഞാൻ ആദ്യം കുറേയധികം അഴിമതി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ മാസപ്പടി കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം മാത്യു കുഴൽനാടിനെ ഇവിടെ വെങ്കയ്യന അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. ശ്രീ ജെയ്ക്സി തോമസ്, നമ്മുടെ ഓർമ്മശക്തിക്ക് കുറവൊന്നുമില്ലല്ലോ. മാസപ്പടി കേസ് എന്ന് പറഞ്ഞാൽ എന്താ? 2004 ശ്രീ VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തി. എന്തായിരുന്നു പ്രസംഗം? ആലപ്പുഴയിലെ തീരപ്രദേശത്തെ കരിമണൽ മുഴുവൻ കക്കുന്ന കള്ളനാണ് കർത്ത, കള്ളനാണ് കർത്ത, കള്ളനാണ് കർത്ത എന്ന് 3 തവണ ആവർത്തിച്ച് കള്ളനാണ് കരിമണൽ കർത്ത എന്ന് വിളിച്ച അതേ കരിമണൽ കർത്തയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് 18 ലക്ഷം രൂപയാണ്. ഞങ്ങളല്ല പറഞ്ഞേ, VS അച്യുതാനന്ദനാണ്. തീർച്ചയായും അതിന് മറുപടി ജയിക്ക് പറയേണ്ടതുണ്ട്. ജയിക്ക് ഇത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. പൂർത്തീകരിച്ചോളൂ. അല്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. അപ്പൊ ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞ അഴിമതി ആരോപണങ്ങളിൽ ഇതേവരെ ഇത്രയും അഴിമതി ആരോപണം നേരിട്ടിട്ടും ഈ രാജ്യത്തൊരു ചോദ്യം ചെയ്യലിന് പോലും വിധേയമാക്കപ്പെടാത്ത ഒരേ ഒരു BJP ഇതര നേതാവേ ഉള്ളൂ. അത് ശ്രീ പിണറായി വിജയനാണെന്നും അദ്ദേഹം BJPയുടെ നേതാവല്ല, RSSന്റെ ഏജന്റ് ആണ് എന്നുള്ളതും ഈ കേരളത്തിലെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഒന്നും തന്നെ BJP കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇവർ രണ്ടുപേരും ഒക്കച്ചങ്ങാതിമാരായതുകൊണ്ടാണ് ASFകാരൻ പറഞ്ഞത് സമരം ചെയ്യുമ്പോൾ SFIക്കാരാ സൂക്ഷിക്കണം. കാരണം മുണ്ട് മടക്കി കുത്തുമ്പോ അടിയിലുള്ള കാവി കളസം ജനം കാണാതിരിക്കാൻ സൂക്ഷിക്കണം. മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചോ ജയിക്ക്? ഒരു 2 മിനിറ്റ് അതിനകത്ത് നിർത്തുന്ന വലിയ ഉപകാരം. അല്ല, എനിക്കങ്ങനെ നിങ്ങളുടെ സമയത്ത് ഉല്ലംഘിച്ചുകൊണ്ട് മറുപടി പറയാൻ താല്പര്യമുള്ള ആളുമല്ല. എനിക്കങ്ങനെ മറുപടി പറയണമെന്നില്ല. അങ്ങനെ മറുപടി ദീർഘമായി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടപെടാൻ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇപ്പം എന്തായാലും UDF ഇക്കാര്യത്തിൽ പുതുതായി ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ വിശ്വാസ്യതയുള്ള ഒരു രാഷ്ട്രീയ ആരോപണമെങ്കിലും ഉയർത്താൻ കെൽപ്പില്ലാത്തൊരു സംഘമായി മാറിയെന്ന് വേണം കാണാൻ. ഇപ്പോൾ കേരളത്തിലെ 5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭരണത്തെ സംബന്ധിച്ച് ഒരിക്കലെങ്കിലും പ്രകടന പത്രികയെ മുൻനിർത്തിയിട്ടോ സർക്കാർ പദ്ധതികളെ മുൻനിർത്തിയിട്ടോ കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കപ്പെട്ട ഇടതുപക്ഷം മുമ്പോട്ടേക്ക് വെച്ചിട്ടുള്ള വികസന അനുഭവങ്ങളെ മുൻനിർത്തിയിട്ടോ ഒരു കുറ്റപത്രം, ഒരു ചോദ്യം, ഒരു വിമർശനം പോലും ഉന്നയിക്കാൻ ഇതുവരെ കേരളത്തിലെ വഞ്ചക വലതുപക്ഷം അല്ലെങ്കിൽ കേരളത്തിലെ UDF നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ വീണ്ടും പറയുന്നത് കോടതിയിൽ പലതവണ ചവിറ്റുകൊട്ടയിലേക്ക് പോലും വലിച്ചെറിയപ്പെടാൻ യോഗ്യതയില്ലാത്തത്ര കീറക്കടലാസായി പരിഗണിച്ചിട്ടുള്ള ചില കേസുകളും ചില ആരോപണങ്ങളും വീണ്ടും അദ്ദേഹം ഉന്നയിക്കുകയാണ്. അദ്ദേഹം ഈ സൂചിപ്പിച്ച പേരുകാരനിൽ നിന്നും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ആദരണീയനായ കോൺഗ്രസ് നേതാവും എത്ര ലക്ഷം പറ്റി, അതേക്കുറിച്ച് അങ്ങേക്ക് പരാതിയില്ലേ? കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് അങ്ങേ ഉൾപ്പെടെയുള്ള മാധ്യമ സംഘങ്ങളുടെ മുമ്പിൽ വിലപിച്ചതാണല്ലോ ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതേക്കുറിച്ച് അദ്ദേഹത്തിന് വിലാപമില്ലേ? അത് ഏത് അക്കൗണ്ടിൽ ഏത് തുകയായി എത്ര തുക പാർട്ടി ഫണ്ടായി സ്വീകരിച്ചു? അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ആ തുകയെ സംബന്ധിച്ച് വിശദീകരിക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴോ അതിനെക്കുറിച്ചൊന്നും പരാതിയില്ല, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, എന്നുമില്ല. എന്നിട്ട് വീണ്ടും പറയുകയാണ് കൊടുത്ത സേവനത്തെ സംബന്ധിച്ച് ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം പറ്റി GST അടച്ച അങ്ങേയറ്റം ലീഗലായ ഒരു കാര്യത്തെ സംബന്ധിച്ച് കോടതി തന്നെ തള്ളിക്കളഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് വീണ്ടും ഇരുന്ന് എന്നിട്ടടിച്ചം തീരാത്തവൻ ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു പറയുന്നത് പോലെ വീണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ സംഘപരിവാർ ബാന്ധവമാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത് എൻ്റെ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് പര്യടനം ഉദ്ഘാടനം ചെയ്യാൻ. 45 പേർ പോലും കഷ്ടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മലയാള മനോരമ സദസ്സിന്റെ ചിത്രമല്ല പ്രസിദ്ധീകരിച്ചത്, വേദിയുടെ ചിത്രമാണ്. ഇരിക്കട്ടെ, ആള് വന്നില്ലെങ്കിലും കോൺഗ്രസിന് വോട്ട് ലഭിക്കുന്നതാണല്ലോ നമ്മുടെ അനുഭവം. പക്ഷേ ആ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ കോൺഗ്രസ് ആകെ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഓരോ കവലകളിലും നമ്മളുടെ MS ഗോൾവാൾക്കർ ഉണ്ടല്ലോ, മാധവ സദാശിവ ഗോൾവാൾക്കർ, ഗുരുജി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ലോക്കൽ വർഗീയവാദികൾ RSSകാർ വിളിക്കുന്നത്, അയാളുടെ ചിത്രം ഒരു കവല
കവലയിലും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ അവർ ശ്രദ്ധിച്ചു. കാരണം എന്താണ്, ഗോൾവാൾക്കറുടെ ചിത്രം ഏത് കവലയിൽ കണ്ടാലും അവിടെ ഇറങ്ങി നിന്ന് ഉടുത്തിരിക്കുന്ന മുണ്ട് താഴേക്ക് കുനിഞ്ഞു നിന്ന് തൊഴികൈകളോട് കൂടെ നിലവിളക്ക് കൊളുത്തി RSS നേതാവിനെ ഭുജിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് പോകൂ. ആ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് വന്നിരുന്നിട്ട് ഇടപെട്ടതാണ് കേട്ടോ. എന്തായാലും ഇപ്പോ ഈ ചർച്ച എത്തി നിൽക്കുന്ന ആ സാഹചര്യമുണ്ടല്ലോ, അതായത് വളരെ പൊളിറ്റിക്കലായ ഒരു ചർച്ച, വളരെ പൊളിറ്റിക്കലായ ആർഗ്യുമെന്റ്സ്. സത്യത്തിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾക്ക് അപ്പുറത്ത് പൊളിറ്റിക്കലായി തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളും അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ജനവും ഏതാണ്ട് ആ നിലയ്ക്ക് തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പെരുമാറുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നാളെ ആ ജില്ലകളിലെ വോട്ട് നാളെ രേഖപ്പെടുത്തപ്പെടും. വളരെയധികം നന്ദി ശ്രീ ജെയ്ക്സി തോമസ്, അബിൻ വർക്കി, ശങ്കുട്ടി ദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. മതിയായ സമയം 3 പേർക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു തോന്നലായിരിക്കും 3 പേർക്ക് ഉണ്ടാവുക. പക്ഷേ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ പോയിന്റുകളെല്ലാം വന്നിട്ടുണ്ട്. ഇലക്ഷൻ ഹെറാൾഡ് ഇവിടെ പൂർണ്ണമാകുക.